ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ഒന്നുമല്ല. പക്ഷെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാനിത് ചെയ്താലോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് എന്നല്ല, കുറെ കമന്റ്സ് ബേസ്ഡ് ഓൺ ദിസ് ടോപ്പിക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചതൊരു വീഡിയോ ആയിട്ട് ചെയ്യാന്ന്. അതായത് ഡെർമാറോളറെ കുറിച്ച് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഞാനിവിടെ ക്ലിയർ ചെയ്യണം. എല്ലാ സംശയങ്ങളും ഞാൻ പറയില്ല. അതായത് എനിക്ക് മെയിൻലി വന്ന കുറെ കമന്റ്സ് എടുത്തിട്ട് ഞാനിവിടെ പറയാണ്. അതൊരു ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞാൻ എടുത്തിട്ട് അത് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഞാൻ വീഡിയോയിലേക്ക് കടക്കുകയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ പുതിയതായിട്ടാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്ത് വരുന്ന ചെറിയ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മിസ് ചെയ്യാണ്ട് കാണാൻ പറ്റുള്ളൂ. സോ സംസാരിച്ച സമയം കഴിയുന്നില്ല, വീഡിയോ കാണാം. ഞാൻ ക്വസ്റ്റ്യൻസ് എല്ലാം ഇങ്ങനെ ഒരു ബുക്കിൽ ഇവിടെ ജസ്റ്റ് എഴുതി എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ. സോ അതുകൊണ്ട് ഓരോ ക്വസ്റ്റ്യനായിട്ട് ഞാൻ ആൻസർ ചെയ്യാം. സോ അതിനേക്കാളും മുമ്പ് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുറെ പേരുടെ വലിയ സംശയമാണ് ഡെർമാറോളർ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. ഒരു 6 മാസ കാലത്തെ പ്രോസസ്സാണ് ഡെർമാറോളിംഗ് എന്ന് പറയുന്നത്. ഒരു ഡെർമാറോളറിന്റെ ആയുസ് അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട കാലാവധി 6 മാസമാണ്. അപ്പൊ ഈ 6 മാസം കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം പിന്നെ നമുക്കത് മോശമാണ്. അപ്പോ ഈ 6 മാസത്തിന്റെ ഇടയ്ക്കാണ് ശരിക്കും നമുക്കൊരു വ്യത്യാസം വരിക. അല്ലാണ്ട് ഒരു തവണ ഉപയോഗിച്ചത് കൊണ്ട് ശരിക്കും വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ പറയില്ല. കാരണം ഇപ്പൊ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 മന്ത് കഴിഞ്ഞു. ഇപ്പൊ ഞാൻ സെക്കൻഡ് മന്തിന്റെ എൻഡോട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താണ്, കാരണം ഇത് സഡൻ ആയിട്ടൊരു റിസൾട്ട് കിട്ടുകയും ചെയ്യും. എന്നാൽ നമുക്ക് നല്ല പേഷ്യൻസ് ആവശ്യമാണ്. അതല്ലാതെ ഇന്നൊരു ദിവസം നമ്മള് ഡെർമറോൾ ചെയ്ത് അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് വ്യത്യാസം ഉണ്ടാവുന്ന വെച്ചാൽ അത് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ആൻസർ ചെയ്യാം. ഞാൻ ഡെർമാറോളർ ഉപയോഗിക്കാൻ തുടങ്ങിയത് അതായത് ഒരു ഡോക്ടറുടെയും കൂടെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ആ ഡോക്ടർ എനിക്ക് പറഞ്ഞ കുറെ കാര്യങ്ങളും കൂടിയാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഒന്ന് മനസ്സിലാക്കുക, എന്റേത് ഡ്രൈ സ്കിൻ ആണ്. അപ്പോൾ നിങ്ങൾ ഡെർമാറോളർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറയുന്നതിലും വല്ല സംശയങ്ങൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഒരു ഡോക്ടറെ കണ്ടിട്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം, എത്ര ദിവസം കൂടുമ്പോഴാണ് ഡെർമാറോളർ യൂസ് ചെയ്യേണ്ടതാണ്. ഡെർമാറോളറിന്റെ കാലാവധി ഞാൻ പറഞ്ഞു 6 മാസമാണ്. അപ്പോ നമ്മളൊരു ഡെർമാറോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിഗിനർ ആണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലേ. സോ നമ്മള് ഡെർമാറോളർ ഇപ്പൊ ആദ്യത്തെ മാസം നമ്മൾ ഉപയോഗിക്കുന്നത് വീക്ക്ലി വൺസ് ആയിരിക്കണം. ഇത് എല്ലാ ആഴ്ചയും ഓരോരു തവണ. ഇപ്പൊ നമ്മൾക്ക് ഒരു ഡേറ്റ് അല്ലെങ്കിൽ ഒരു ദിവസം ഇപ്പൊ ഒരു ആഴ്ചയിൽ ഒരു മൺഡേ തുടങ്ങുകയാണെങ്കിൽ അടുത്ത മൺഡേ അടുത്തത് ചെയ്യുക. അങ്ങനെ ഒരു പീരീഡ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. അതായത് ഒരു മാസക്കാലം അങ്ങനെ പോവാം. ദെൻ 2ാമത്തെ മാസം തൊട്ട് 5ാമത്തെ മാസം വരെ വീക്ക്ലി ട്വൈസ് ചെയ്യുക. അതായത് ആഴ്ചയിൽ 2 ദിവസം വെച്ച് ചെയ്യുക. ദെൻ ലാസ്റ്റ് മന്ത് 6ാമത്തെ മാസം എഗെയിൻ വീക്ക്ലി വൺസ് ചെയ്യുക. കാരണം 6ാമത്തെ മാസം ആകുമ്പോഴേക്കും ഏകദേശം നമ്മുടെ മുഖത്ത് നല്ല ഡിഫറൻസ് വന്നിട്ടുണ്ടാവും. സോ നമ്മൾ ആ ഒരു പീരിയഡിനെ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ 6ാമത്തെ മാസം വീക്ക്ലി വൺസ് ഉപയോഗിക്കുക. 2ാമത്തെ കാര്യം എന്നോട് ചോദിച്ചിട്ടുള്ളത് ആപ്പിൾ സൈഡർ വിനെഗർ ഉപയോഗിക്കാമോ എന്നാണ്. ആസ് എ പേഴ്സൺ ഞാൻ പറയും വേണ്ടാന്നേ പറയൂ. കാരണം ആപ്പിൾ സൈഡർ വിനെഗർ നാച്ചുറൽ ആയിരിക്കാം, പക്ഷെ എന്നാലും നമ്മളൊരു എഫേർട്ട് എടുക്കരുത്. കാരണം ഇത് നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ കുറെ പാടുകൾ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ പിന്നെ പുതിയ സ്കിൻസിന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആപ്പിൾ സൈഡർ വിനെഗർ ഒന്നും ഉപയോഗിക്കേണ്ട. നിങ്ങൾ മുഖം ഞാൻ എന്റെ ഡെർമാറോളറിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോ ഇടാം, കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കണം. അതിൽ ഞാൻ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ മുഖം ഒന്ന് സ്ക്രബ് ചെയ്തേക്കുക, ജസ്റ്റ് നല്ലപോലെ സ്ക്രബ് ചെയ്യുക. അതായത് മുഖത്ത് ഒരു ഡേർട്ടും ഇല്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുശേഷം ഡെർമാറോളർ ഉപയോഗിച്ചാൽ മതി. അല്ലാണ്ട് ആപ്പിൾ സൈഡർ വിനെഗറോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കേണ്ട. ഇനി നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായം കൂടെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ ചോദിച്ചത് ഡെർമാറോളർ ബിയർഡ് ഗ്രോത്തിന്, നമ്മുടെ താടി വളരാനൊക്കെ യൂസ് ചെയ്യുന്നു. ഡെഫിനറ്റ് ആയിട്ടും യൂസ് ചെയ്യും, പക്ഷെ അത് അതിന്റേതായ ലെവലിൽ യൂസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ്, അതായത് ഒരു താടി വളരാനുള്ള കണക്കായിട്ടുള്ളത് ഒരുപാട് വീഡിയോസ് വേറെ ഉണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞു തരാം, വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. കാരണം അതും ഒരു ലോങ് ടേം പ്രോസസ് തന്നെയാണ്. അപ്പം താടി വളരാനും ഹെയർ ഗ്രോത്തിനും ഒക്കെ നമ്മുടെ സെയിം ഡെർമാറോളർ തന്നെ ഉപയോഗിക്കും. പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം, ഡെർമാറോളർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുഖക്കുഴി പോകുമോ എന്നാണ്. ഉറപ്പായിട്ടും പോവും. കാരണം ഞാൻ പറഞ്ഞല്ലോ, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പോലെ ചെയ്യണം. മുഖത്ത് നല്ല പോലെ പോഴ്സും അല്ലെങ്കിൽ പാടുകളൊക്കെ ഉള്ള ഒരു മുഖമാണെങ്കിൽ നിങ്ങൾ മുഖം ഇങ്ങനെ
വലിച്ചു പിടിച്ച് മാത്രമേ ചെയ്യാവൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു പാടൊക്കെ ഒരുമിച്ച് തന്നെ അതൊന്ന് മുറിഞ്ഞു പോകാനുള്ള വുൺസ് എന്താ പറയുക ക്രിയേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് മുഖത്തെ പാടുകളും കുഴികളും ഉള്ള ആൾക്കാർ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും ടൈം എടുത്ത് എഫേർട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ. സഡൻ ആയിട്ട് ചെയ്യാൻ പാടില്ല ഡെർമാറോളർ. അത് ഈവൻ മുഖത്ത് കുഴി ഉള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും കുഴി ഉള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. എടുത്തടിച്ചതുപോലെ ഡെർമാറോളർ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെയുള്ള ഒരു കാര്യമാണ് ഡെർമാറോളർ എങ്ങനെ വാഷ് ചെയ്യാന്നുള്ളത്. ഡെർമാറോളർ നമുക്ക് ശരിക്കും വാഷ് ചെയ്യാൻ എല്ലാവരും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് റബ്ബിംഗ് ആൽക്കഹോൾ. പക്ഷെ നമ്മളെ സാധാരണക്കാരുടെ കയ്യിലൊന്നും റബ്ബിംഗ് ആൽക്കഹോൾ വാങ്ങിക്കാനും അല്ലെങ്കിൽ കയ്യിലുണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഈവൻ എന്റെ കയ്യിലും റബ്ബിംഗ് ആൽക്കഹോൾ ഒന്നും ഇല്ല. പക്ഷെ ഞാൻ എന്റെ ഡെർമാറോളർ ഓരോ യൂസ് കഴിയുമ്പോഴും ക്ലീൻ ചെയ്യാറുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ വാം വാട്ടർ, തിളച്ച വെള്ളത്തിൽ ഡെർമാറോളർ ഇടാൻ പാടില്ല. വാം വാട്ടർ എടുക്കുക, നല്ലപോലെ കഴുകുക. നിങ്ങളുടെ കയ്യിൽ ഒരു ടൂത്ത് ബ്രഷ്, നല്ല പുതിയ ടൂത്ത് ബ്രഷ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അത് വെച്ചിട്ടൊന്ന് നിങ്ങളുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് അത് ജസ്റ്റ് ഒന്ന് കഴുകി ഉരച്ചൊക്കെ കൊടുക്കാം. അതൊന്നും തെറ്റില്ല. പക്ഷെ കഴുകി കഴിഞ്ഞ ഉടനെ നല്ലതുപോലെ ഡെർമാറോളറിന് വെള്ളം കംപ്ലീറ്റ് പോകണം. ഒരു തരി വെള്ളം പോലും ഡെർമാറോളറിൽ ഉണ്ടാവാൻ പാടില്ല. അത് ഡെർമാറോളറിന്റെ നീഡിൽസിന്റെ ലൈഫിനെ ബാധിക്കും. പിന്നെ ചോദിച്ചൊരു ചോദ്യമാണ് ഡെർമാറോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാട് വരുമോ എന്നുള്ളത്. ഒരിക്കലും ഇല്ല. നമ്മുടെ മുഖത്ത് പറയുന്നുണ്ട് ഒരു വുൺസ് ഉണ്ടാക്കാൻ ചെയ്യുന്നത്. പക്ഷെ ഡെർമാറോളറിന്റെ എന്താ പറയാ നീഡിൽസ് എന്ന് പറയുന്നത് അത്രയും തിന്നാണ്, അത്രയും ചെറുതാണ്. അത്രയും ചെറിയ നീഡിൽസ് വെച്ചാണ് നമ്മുടെ മുഖത്തേക്ക് പോഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പോഴ്സ് പാടുകളൊന്നും വരില്ല. ഇനി നിങ്ങൾ ഒരു തവണ ഉപയോഗിച്ച് പിറ്റേ തവണ നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് ഡെർമാറോളിങ് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഡെർമാറോളർ ഉപയോഗിക്കുന്നതിന് കളയുമ്പോൾ ആദ്യം ശരിക്കും നിങ്ങളുടെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ശേഷം നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഡെർമാറോളിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. കാരണം ഡെർമാറോളറിന്റെ നീഡിലിന്റെ ആ ഒരു എന്താ പറയാ മെറ്റീരിയൽ നമ്മുടെ എല്ലാവരുടെ സ്കിന്നിനും എന്താ പറയാ നല്ലതുപോലെ യോജിക്കണമെന്നില്ല. സോ അതുകൊണ്ട് പലർക്കും ചിലപ്പോൾ ഇറിറ്റേഷനൊക്കെ തോന്നിയേക്കാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ അവിടെ വെച്ച് ഡെർമാറോളിങ് സ്റ്റോപ്പ് ചെയ്യണം. ഡെർമാറോളർ ഡെറ്റോൾ വെച്ച് കഴുകാമോ എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡെർമാറോളർ ഡെറ്റോൾ വെച്ച് കഴുകണ്ടെന്നേ ഞാൻ പറയും. കാരണം പുതിയ പഠനങ്ങൾ വന്നിട്ടുണ്ട്. ഐ എം നോട്ട് ഷുവർ, എനിക്ക് എന്റെ ചേച്ചി സിസ്റ്റർ പറഞ്ഞെന്ന കാര്യമാണ്. അപ്പൊ ഞാനത് ജസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യുന്നു മാത്രം. പൊതുവെ ഇപ്പോഴത്തെ പുതിയ പഠനങ്ങൾ അനുസരിച്ച് നമ്മുടെ ഡെറ്റോള് നമ്മുടെ വുൺസിൽ പോലും വെക്കാൻ പാടില്ല എന്നൊരു ഇതുണ്ട് ഇപ്പൊ. അതായത് നമ്മളിപ്പം പൊതുവെ മുറിഞ്ഞു കഴിഞ്ഞാൽ കൈ കഴുകാനോ അല്ലെങ്കിൽ എന്തിനൊക്കെ നമ്മൾ ഡെറ്റോൾ ഉപയോഗിക്കാറുണ്ടല്ലോ. സോ ഡെറ്റോള് ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഒരു പുതിയ പഠനം പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വുൺസ് എന്താ പറയുക ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഡെർമാറോളർ. സോ ആ ഡെർമാറോളർ തന്നെ നമ്മൾ ഡെറ്റോൾ വെച്ച് കഴുകാൻ നിൽക്കണ്ട. അത് ചിലപ്പോൾ നമ്മുടെ എന്താ പറയാ നമുക്ക് ചിലപ്പോൾ വല്ല സൈഡ് എഫക്റ്റോ എന്തെങ്കിലും കാരണം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഡെറ്റോൾ വെച്ച് തൽക്കാലം നിങ്ങൾ കഴുകണ്ട. ഇനി നിങ്ങൾക്ക് കഴുകണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കാര്യങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് മാത്രം ചെയ്താൽ മതി. കാരണം ഞാൻ ഇപ്പോഴേ പറഞ്ഞ ഡെറ്റോളിന്റെ കേസ് ഷുവർ ആണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഞാൻ അറിഞ്ഞ അറിവ് വെച്ചിട്ടാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. പിന്നെ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡെർമാറോളർ ഉപയോഗിച്ച ശേഷം എത്ര ദിവസം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ എത്ര സമയം കഴിഞ്ഞിട്ട് നമുക്കൊരു മേക്കപ്പോ ഒരു ഫേസ് പാക്കോ അപ്ലൈ ചെയ്യാനും. പൊതുവെ ഡെർമാറോളർ അപ്ലൈ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് രാത്രിയാണ്. കാരണം ഡെർമാറോളർ അപ്ലൈ അല്ലെങ്കിൽ ചെയ്ത ശേഷം നമ്മുടെ മുഖത്തിന് ഒരു 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് കൊടുക്കണം. അതായത് ഒരു സോപ്പോ അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ ഫേസിലേക്ക് നമ്മൾ 8 മണിക്കൂർ നേരത്തേക്കെങ്കിലും കൊടുക്കാൻ പാടില്ല. അതായത് ഡെർമാറോളർ ചെയ്തതിന് മേലെ ആയിട്ട് നമ്മൾ വൈറ്റമിൻ സി ഇടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പിറ്റേന്ന് ഒരു ഉച്ചയോട് കൂടെയൊക്കെ നമുക്ക് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യാം. പക്ഷെ ഒരു ഫേസ് പാക്ക് പെട്ടെന്നൊന്നും ചെയ്യണമെന്ന് ഞാൻ നിർദ്ദേശിക്കില്ല. കാരണം ഫേസ് പാക്ക് പെട്ടെന്നൊന്നും ചെയ്യണം. ഡെർമാറോളർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ആഴ്ചയിൽ മൺഡേ ആണ് ഡെർമാറോളർ ചെയ്യുന്നതെങ്കിൽ കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ആ ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കുന്നതൊന്ന് നിർത്താം. ഡെർമാറോളർ ഏതാണ് പെർഫെക്റ്റ് സൈസ് എന്ന് കുറെ പേരോട് ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സൈസ് എന്ന് പറയുന്നത് 0.5 ആണ്. അതാണ് കുറെ കൂടെ പോഴ്സ് അടുത്തടുത്താണ്. അതായത് ആ നീഡിൽസ് അടുത്തടുത്താണ്, കുറെ അങ്ങോട്ട് ഗ്യാപ്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പോഴ്സ് ഉണ്ടാക്കുകയും ചെയ്യും. അത് വളരെ മൈന്യൂട്ടും ആയിരിക്കും. പോരാതെ നമുക്ക് വലിയ എന്താ പറയാ ഒരുപാട് പുതിയ സ്കിൻസ് വരാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ നമ്മുടെ എന്താ പറയാ വണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നീഡിൽസ് കുറച്ച് ഗ്യാപ്പ് വരും. സോ ആ ഗ്യാപ്പ് വരുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും. 0.5 ആണ് ഉപയോഗിക്കുന്നത്, ഗ്യാപ്സ് കുറവായിരിക്കും. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ഏരിയയും നമുക്ക് ആ ഡെർമാറോളർ വെച്ചിട്ട് കവർ ചെയ്യാൻ പറ്റും.
പിന്നെ ചോദിച്ചത് ഡെർമാറോളർ കഴുത്തിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നാണ്. കഴുത്തിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ മുഖത്തിനേക്കാളും കുറെ കൂടെ ലൈറ്റ് ആണ് നമ്മുടെ കഴുത്തിന്റെ ഏരിയ ഒക്കെ അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്ന സാധനം മുഖത്തേക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ ഒരു പോർഷനിലൊക്കെ ഉപയോഗിക്കാം, അതിലൊന്നും തെറ്റില്ല. പക്ഷെ താഴോട്ടേക്ക് പോകണ്ട. മുഖത്തും ഉപയോഗിക്കാം, ഈ ഒരു പോർഷനിൽ നമുക്ക് ജോലൈന്റെ ഏരിയയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ കഴുത്തിലേക്ക് പോകണ്ട. പിന്നെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ് ലിപ്പിലും നോസിലും ഉപയോഗിക്കാമോന്ന്. മൂക്കിന്റെ ഏരിയയിലൊക്കെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെന്നറിയില്ല. എനിക്ക് ഇവിടെ നല്ല കട്ടിയിൽ ഒരു വരയുണ്ടായിരുന്നു. സോ ഇവിടെ ഞാൻ ഡെർമാറോളർ ഉപയോഗിച്ചിട്ട് ഇതിപ്പോ ഒരുപാട് എന്താ പറയാ ഹൈഡ് ആയിട്ടുണ്ട്. ഒരുപാട് അവിടെ എനിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ചുണ്ടിന്റെ മേലേക്ക് ഡെർമാറോളർ ഉപയോഗിക്കേണ്ട. ഈ രണ്ട് സൈഡിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. മൂക്കിന്റെ മേലെ ഉപയോഗിക്കാം, മൂക്കിന്റെ സൈഡിൽ ഉപയോഗിക്കാം, ഇതൊക്കെ ഉപയോഗിക്കാം. ചുണ്ടിന്റെ മേലെ ഡെർമാറോളർ ഉപയോഗിക്കേണ്ട. പിന്നെ വന്നൊരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് ഡെർമാറോളർ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുമെന്ന്. ഒരിക്കലും ഇല്ല, ഡെർമാറോളർ ഡെയിലി ഉപയോഗിക്കരുത്. അത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. നമ്മൾ പറയില്ലേ എന്തും അധികമായ അമൃതം വിഷയമാണെന്ന് പറയുന്ന പോലെ ഡെർമാറോളർ നമ്മൾ പറഞ്ഞ ആ ഒരു ടൈം പീരീഡിന് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഇതിനെക്കുറിച്ച് പറയാനുള്ള. അപ്പൊ ഇതിൽ എനിക്ക് അറിയാവുന്നത് അത്ര വലിയ കുറെ കാര്യങ്ങളൊന്നും ഞാൻ അതിൽ പറഞ്ഞിട്ടില്ല. എന്നാലും ഓൾമോസ്റ്റ് പലർക്കും ഉള്ള സംശയമാണ് ഡെർമാറോളറിനെ കുറിച്ചിട്ട്. അപ്പോ ഈ ഒരു വീഡിയോ ഇത്രയുള്ള. അപ്പൊ നിങ്ങൾക്ക് ഇത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഞാൻ കരുതുകയാണ്. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെ സംശയങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ പലയിടത്തായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാന്ന് കരുതിയത്. ആൻഡ് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നിങ്ങൾക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അതല്ല നിങ്ങൾക്ക് എനിക്ക് പേഴ്സണലി മെയിൽ അയക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ എവിടെ വേണമെങ്കിലും എന്നോട് കോൺടാക്ട് ചെയ്യാം. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ ആരും എനിക്ക് മെയിലൊന്നും അയക്കാണ്ട് ഇരിക്കേണ്ട. നിങ്ങൾക്ക് ഇനിയും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്നെ മെയിൽ വഴിയും കമന്റ് ബോക്സ് വഴിയാണെങ്കിലും എന്റെ സോഷ്യൽ മീഡിയാസ് വഴിയാണെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരെയും ടാറ്റാ.